എൻ്റെ അച്ഛൻ എന്നെക്കൊണ്ട് പാട്ട് പഠിപ്പിക്കാനായിട്ട്, ലളിത സംഗീതം പഠിപ്പിക്കാനായിട്ട് ഈ ജഗന്നാഥൻ എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഒരുപാട് നല്ല റോൾസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുന്നേ കൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് പാടിയതിൽ 50 വെള്ളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ വെള്ളി എല്ലാം കൂടെ ഇന്ന് തൂക്കി വിറ്റിരുന്നെങ്കിൽ പോലും എനിക്കൊരു വെള്ളിക്കട തുടങ്ങാൻ പറ്റും. അത്രയും വെള്ളിയാണ് ഞാനന്ന് പാടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒപ്പിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, പാട്ട് കഴിയുന്നതിന് തന്നെ മുമ്പ് എന്നെ പുള്ളി കൈ കാണിച്ചു നിർത്തിക്കോളാൻ. എൻ്റെ മുന്നിൽ ഇരുന്ന് എന്നെ പുള്ളി പറഞ്ഞു, ഈ കുട്ടീനെ കൊണ്ട് പാടാൻ പറ്റത്തില്ല, കാരണം ഈ കുട്ടിയുടെ സൗണ്ട് വളരെ മോശമാണ്, പാട്ടിന് വേണ്ടി സാറ് കൊണ്ട് നടക്കണ്ട, വെറുതെ നിങ്ങളുടെ സമയം കളയാവുന്നേ ഉള്ളൂ. ഞാനും അച്ഛനും കൂടെ വീട് വരെ എത്തുന്നവരെ ഞങ്ങളൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് വരെ പൂജ, ഞാൻ ഇത്രയും വലിയ സ്റ്റേജസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനൊരു പാട്ട് പാടിയിട്ടേ ഇല്ല. കാരണം അന്ന് എവിടെയോ ഒരു കുഞ്ഞു മനസ്സിലേറ്റൊരു മുറിവിൻ്റെ ഉണങ്ങാത്തൊരു ചെറിയ നീറ്റൽ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പം എൻ്റെ അച്ഛനോട് സാറിനത് പറയാമായിരുന്നു, എന്നെ മാറ്റി നിർത്തിയിട്ടത് പറയണം. ഇത് സംഗതി അവർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും ഇത് ഭയങ്കര ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണിത്. പിള്ളേരോട് നമ്മൾ എങ്ങനെയാണ് അവരുടെ ഇത്തരം വാസനകളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഡീമോട്ടിവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രോബ്ലമാണ്. ഇത് ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇങ്ങനത്തെ ഒരു ഉദാഹരണം. കാരണം ഞാൻ പറഞ്ഞത് ആ ഒരു ഏജ് എന്ന് പറയുന്നത്, ഇതെല്ലാം പോട്ടെ, പഴയ കാലത്ത് ചിലപ്പം അങ്ങനെയായിരിക്കും നമ്മുടെ പാരൻസ് ആയാലും നമ്മുടെ റിലേറ്റീവ്സ് ആയാലും അവരൊക്കെ അങ്ങനത്തെ കണ്ടീഷനിങ്ങിലൂടെ വന്നുകൊണ്ട് ഇതൊരു വലിയൊരു പ്രോബ്ലമായിട്ട് ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇനിയിപ്പോഴത്തെ ഈ പുതിയ കാലത്ത് മുമ്പോട്ടുള്ള സക്സസ്സിനെ ഭയങ്കരമായിട്ട് ഇത്തരം കമൻറ്റുകൾ സ്വാധീനിക്കും. ഞാൻ ഈ പാട്ടിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്. കാരണം നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് വിചാരിക്കുക. പണ്ടുള്ള പോലെ ഇന്നൊരു സാധനം പഠിച്ചാൽ ഇന്ന ജോലി കിട്ടി, ഇന്ന പോലെ ലൈഫ് സെറ്റിലാവും എന്നുള്ളത് ഉണ്ട്, പക്ഷേ തോതിൽ കുറവാണ്. അതായത് ആ പാത്ത് എന്ന് പറയുന്നത് വളരെ റെയറാണ്, എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയെന്നും വരില്ല. ദിനം പ്രതി ജോലി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന് നമ്മുടെ IT മേഖല തന്നെ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന കോഡിങ് സോഫ്റ്റ്വെയർസ് ആയാലും എന്തായാലും ശരി, ഡെയിലി അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുക. മാമനെ അറിയാൻ മതിയോ? പിന്നെ ഞാനിപ്പോൾ എഡിറ്റിംഗ് മീഡിയ പരമായിട്ടുള്ള പരിപാടി എടുക്കുകയാണെങ്കിൽ തന്നെ AI-ൻ്റെ അമിതമായിട്ടുള്ള ഈ ഒരു വളർച്ച, അത് എപ്പോൾ ജോലി പോകുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നടക്കുന്നൊരു കാലത്ത് ഈ ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് എല്ലാം അറിഞ്ഞിട്ടല്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കും അത് വർക്കൗട്ട് ആവുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു സംഭവം ഉണ്ടല്ലോ, അത് ഫസ്റ്റ് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഈ ട്രയൽ ആൻഡ് എറർ ചെയ്യാനുള്ള ചൈൽഡ് ക്യൂരിയോസിറ്റീനെയാണ്. ഇപ്പോൾ ഈ പാട്ടിന് കഴിവുണ്ടാവില്ല, ഓക്കെ, പക്ഷേ ഇങ്ങനെ തല്ലിക്കെടുത്തി കഴിഞ്ഞാൽ അതായത് ഒരു പരിചയമില്ലാത്ത ഒരു മേഖലയിലേക്കും ഒരു ആർട്ട് ഫോമിലേക്കും ഒരു ടെക്നോളജിക്കൽ സംഭവത്തിലേക്കും പിന്നെ ആ വ്യക്തിക്ക് ഇറങ്ങാനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ല. കാരണം ഈ സമയത്ത് ഇപ്പോൾ എന്നെ ഒരാൾ വന്നിട്ട് ഇപ്പം ഡിമോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഒരു തെറാപ്പി സെഷനിലൂടെയോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് ചിന്തിച്ചാലോ എനിക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും. പക്ഷേ അന്നത്തെ കാലത്ത് ഈ കുട്ടികളുടെ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും, ബ്രെയിൻ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ഇമോഷൻസിനും ഓരോ എക്സ്പീരിയൻസിനും ഭയങ്കരമായിട്ട് ഇംപ്രിൻറ്റ് ചെലുത്താൻ പറ്റും, സ്വാധീനം ഭയങ്കര വലുതായിരിക്കും. അങ്ങനെയൊരു വൾണറബിൾ ആയിട്ടുള്ള ആ ഒരു സമയത്ത് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ക്യൂരിയോസിറ്റീനെയാണ് തല്ലിക്കെടുത്തുക. അത് പുതിയ കാലത്തെ അതായത് നമുക്ക് ഇപ്പോഴും ജഡ്ജ് ചെയ്യാൻ പറ്റാത്തത്ര മേഖലകൾ ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ടല്ല നമ്മളെടുത്ത് ചാടുന്നത്, നമ്മളത് എന്താണെന്ന് അറിയാൻ വേണ്ടി പോവും. അത് പഠിച്ചു വരുമ്പോൾ നമ്മളെക്കൊണ്ട് അത് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് തന്തു എന്ന് പറയുന്ന ചൈൽഡ് ക്യൂരിയോസിറ്റിയാണ്. അതിനെയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നമ്മൾ കൊന്നുകളയുന്നത്. അപ്പം ആസ് എ ഗ്രോൺ അപ്പ് എഡൽസ് നമ്മൾ പുറമെ പല സിവിക് സെൻസും നമുക്കുള്ള പോലെ തന്നെ ഇതൊരു സിവിക് സെൻസിൽ ഉൾപ്പെടണം. കുട്ടികളുടെ ഇങ്ങനത്തെ വാസനകളെ പറയുന്ന പല രീതികളുണ്ട്. വേണമെങ്കിൽ മോളെ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യ്, അല്ലെങ്കിൽ ഇന്ന വെള്ളിയല്ല വരുന്നത്, സോ അതിന് കുറച്ച് ട്രെയിനിങ്സുകളുണ്ട്. പാട്ടിന് പല മെത്തേഡ്സും ഉണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ. അത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. പോസിറ്റീവ് ക്രിറ്റിസിസം കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായിട്ട് ഭവിക്കും. പക്ഷേ ഇങ്ങനെ തല്ലിക്കെടുത്തുന്നത് ആ സമയത്തെ സങ്കടത്തിനേക്കാൾ ഉപരി ഒരാളുടെ ഫ്യൂച്ചറെ തന്നെ കളയും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. സോ ഐ വാണ്ടഡ് ടു ടെൽ whomever is listening to this, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്ന സമയത്ത് മാക്സിമം പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇത് മാമൻ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ ഇത്രത്തോളം ഇങ്ങനത്തെ ക്രിറ്റിസിസത്തിനൊന്നും അത്രത്തോളം ഭാഗമായിട്ടില്ല, ലൈഫിൽ അങ്ങനെ ആയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇത് അനുഭവിച്ച കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പല സിറ്റുവേഷനിലും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കാലത്തൊക്കെ നോക്കുവാണെങ്കിൽ ഈ കുട്ടികൾക്ക് മാർക്ക് കുറയുന്നു, പാരൻസ് മീറ്റിംഗ് വരുന്നു, കുട്ടികളെ ഇങ്ങനെ മാർക്ക് കമ്പയർ ചെയ്ത് നോക്കുന്നു, ഇവരെ കമ്പാരിസൺ ഓർഡറിൽ ഇവരെ നിർത്തുന്നു. തുടർന്ന് നിങ്ങളെ മകൻ ഭയങ്കര വീക്കാണ്,
ആ കുട്ടിയെ കണ്ടുപിടിക്കുക, ഈ കുട്ടിയെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നു. അങ്ങനെ കമ്പയർ സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വേറെ കുറെ ടാലന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അത് ഇവർ മനസ്സിലാക്കാനോ നോക്കാനോ ശ്രമിക്കും. അപ്പോൾ ആ കുട്ടി നന്നായി ചിത്രം വരയ്ക്കുന്ന കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കും, ഡാൻസ് ഉണ്ടായിരിക്കും, വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായിരിക്കും. പക്ഷെ അതൊന്നും നോക്കാതെ വെറും മനഃപ്പാഠമാക്കി എഴുതുന്ന ഇങ്ങനത്തെ പരീക്ഷകളും കാര്യങ്ങളും മാത്രം കൺസിഡർ ചെയ്തിട്ട് നിന്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു കഴിവില്ലാത്തൊരു കുട്ടിയാണ്, ഒന്നിനും ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ള രീതിയിൽ അവഗണിക്കുകയും തുടർന്ന് സ്പോർട്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി പോലുള്ള കാര്യങ്ങളിലൊന്നും അവരെ അതിന് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വെറും പഠനം, കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പോകണം. അതായത് ഇപ്പോൾ പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ ഒന്നെങ്കിലും ഡോക്ടർ, എഞ്ചിനീയർ ഈ രീതിയിലേക്ക് മാത്രം ആളുകളെ ഫോഴ്സ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ ഞാനൊരു 13 പഠിക്കാൻ ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം മേഖലകൾ ഉണ്ടെന്ന് അറിയില്ല. അത്യാവശ്യം ഒരു മിഡ് റേഞ്ചുള്ള കുട്ടികളൊക്കെ പോകുന്നത് ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗിന് പോകും, അല്ലെങ്കിൽ MBBS പോകും. ഈ രീതിയിലാണ് ഷിഫ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അതിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിലോ എത്രത്തോളം എഞ്ചിനീയേഴ്സ് ആണ് വെറുതെ കിടക്കുന്നത്. നേരെ മറിച്ച് ആ സമയത്ത് അവരുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് നീ ഇന്ന മേഖലയിലേക്ക് പോയിക്കോളൂ, അല്ലെങ്കിൽ നീ ഈ കായിക മേഖല ഇങ്ങനെ പോട്ടെ, അങ്ങനെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ നമുക്കിപ്പോൾ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും അല്ലാതെ പല മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന ഒത്തിരി നല്ല പ്രതിഭകളെ കിട്ടുമായിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞതിനനുസരിച്ചിട്ട് എന്ത് പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം ആളുകൾ കൂടുകയും ആ ഫീൽഡ് ഭയങ്കര സാച്ചുറേഷൻ ആവുകയും തീരെ ജോബില്ലാതെ 29, 30, 35 വെറും PSC മാത്രം എഴുതി, എന്നാൽ PSC ലിസ്റ്റിൽ വരുമോ ഇല്ല, പിന്നെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് കുറേ സ്കില്ലുണ്ടായിട്ടും ആ സ്കില്ലൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ ഒരു ചുമൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെട്ടുപോയ ഒരു കൂട്ടം ആളുകളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കൂട്ടത്തിലും അങ്ങനത്തെ ആളുകളുണ്ട്. കാരണം നമ്മളവരെ പലപ്പോഴും പല ആളുകളും ഇങ്ങനെ പല മേഖലയിൽ സ്കിൽഡായി നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഫ്യൂച്ചറിൽ ഇവൻ നല്ലൊരു കളിക്കാരനായി വരും, അല്ലെങ്കിൽ നല്ലൊരു പാട്ടുകാരനാവും, അല്ലെങ്കിൽ നല്ലൊരു ഡാൻസറാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് ലാസ്റ്റ് ഒന്നിലും പോകാതെ പഠിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ മേഖലയിലേക്ക് തള്ളി വിട്ട് 10-35 സപ്ലി അടിച്ച് ജോലി ഇല്ലാതെ നടന്ന് ഇപ്പോൾ വല്ല സാധാ വല്ല ഷോപ്പിലോ അല്ലെങ്കിൽ വല്ല കൂലിപ്പണിക്കോ പോകുന്ന ഒത്തിരി കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്കില്ല് അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കണ്ട് ഇതിൽ കുറച്ച് കഴിവുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ഇതിൻ്റെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം ചെയ്ത് മുന്നോട്ട് പോയി കഴിയുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല കഴിവുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നതാണ്. സോ KV, ഒരു ടീച്ചിങ് പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് നിനക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയാൻ പറ്റും. സോ നിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്താണ്? അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചൈൽഡ്ഹുഡ് ട്രോമയാണ് ശരിക്കും നമ്മൾ ഇന്ന് കാണുന്ന പലരും അല്ലാതാക്കി മാറ്റിയതെന്നാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഈ നമ്മൾ ഈ കുട്ടികളായിരിക്കുന്ന സമയത്ത് അപ്പോൾ അവർക്ക് നേരിടുന്ന ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും നമുക്ക് ഒരേ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. ഓരോരുത്തരുടെയും കഴിവും ബുദ്ധിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ നമ്മളൊരു പഴയ ഒരു കൺവെൻഷണൽ സ്കൂൾ ഓഫ് തോട്ട് വെച്ചിട്ട് ഈ ഒരു നമ്മളൊരു ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേക്ക് എത്താത്തവരൊക്കെ വേറൊരു ടൈപ്പാണ്, അല്ലെങ്കിൽ മണ്ടന്മാരാണ്. അങ്ങനത്തെ ഒരു കാറ്റഗറൈസേഷൻ അത് ശരിക്കും സ്കൂളുകളിൽ തന്നെ സംഭവിക്കും പലപ്പോഴും അന്നത്തെ രീതി വെച്ചിട്ട്. കാരണം എല്ലാ കുട്ടിയുടെയും ഒരു ബുദ്ധി നിലവാരം ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് അത് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അപ്പോൾ ഒരാളെ കണ്ട് പഠിക്കാൻ മറ്റു കുട്ടികളോട് നിർദ്ദേശിക്കുന്നതും, അല്ലെങ്കിൽ നീ അവനെ കണ്ട് പഠിക്കുക, അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പലപ്പോഴും അന്നൊക്കെ സ്കൂളുകളിൽ ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റെല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അധ്യാപകർ ചിലരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ മോശമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഹറാസ്മെന്റ് ആണ്. അങ്ങനെ പറയുമ്പോൾ അന്നൊന്നും അവരത് ചിലപ്പോൾ അന്ന് അധ്യാപകർക്കും അത് ആ രീതിയിൽ സൈക്കോളജിക്കലി ഒന്നും ചിലപ്പോൾ ചിന്തിച്ചിട്ടായിരിക്കില്ല. പക്ഷെ അത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ കുട്ടിയുടെ ചിലപ്പോൾ മൈൻഡിൽ അത് വലിയൊരു സ്കാറായിട്ട് അവിടെ കിടക്കുന്നതായിരിക്കും, വലിയൊരു മുറിവായിരിക്കും. അത് നമ്മളിപ്പോൾ എങ്ങനെ മനസ്സിലായി വരുന്നു വെച്ചാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര അങ്ങനെ ആക്റ്റീവായി വന്നതിന് ശേഷം എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ് കുറച്ചൊക്കെ, കാരണം നമ്മളിപ്പോൾ ഓരോ സാമൂഹ്യ മാധ്യമങ്ങളുള്ളതുകൊണ്ടും നമ്മുടെ കുറെ വിസിബിലിറ്റി എല്ലാവർക്കും വരികയാണ്. പണ്ടൊന്നും ഇങ്ങനെ ഇല്ലല്ലോ, എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നു, എവിടെയെങ്കിലും അങ്ങനെ ജീവിച്ചു പോകുന്നതാണ്. ഇന്നിപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ അനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ എല്ലാം ഓപ്പൺ അപ്പാണ്, പരസ്പരം കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്നു. അപ്പൊ അങ്ങനെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇപ്പൊ മീര, അവരുടെ പേര് അവരുടെ ആങ്കറാണല്ലോ, അപ്പൊ അവര് മീര നായർ എന്ന് തോന്നുന്നു, അതെ.
അങ്ങനെ അവര് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത പോലെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പൊ ഇങ്ങനെ തുറന്ന് പലപ്പോഴും പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ സ്കൂളിൽ ട്രെയിനിങ്ങിന് പോയ സമയത്ത് അപ്പൊ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്സ്പീരിയൻസ് ഓർക്കണം. അന്ന് അവിടുത്തെ എച്ച് എം ഉണ്ട്, ഷാജി മാഷ്. അപ്പോൾ അത് പ്രൈമറിയാണ്, ലോവർ പ്രൈമറി ക്ലാസ്സുകളാണ് ട്രെയിനിങ്. അപ്പോൾ ആ സമയത്ത് മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കിയത്. നമ്മൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ട് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് ട്രെയിനിങ്ങിന് പോകേണ്ട ടൈമാണ്, ഇന്റേൺഷിപ്പിൽ. അപ്പോൾ കുട്ടികൾ എന്തായാലും കണക്ക് കൊടുക്കുമ്പോൾ അവർ എന്ത് ചെയ്യും, തെറ്റിക്കുക സ്വാഭാവികമായിട്ടും. അപ്പോൾ അവരോട് നേരിട്ട് എന്ത് ചെയ്ത് ഇത് തെറ്റിപ്പോയി എന്ന് പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിച്ചു, അത് തെറ്റിപ്പോയി എന്നല്ലേ പറയാം. അപ്പോൾ മാഷ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് ശരി തന്നെയാണ്, പക്ഷെ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ വരിക എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ തെറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഒരു നമ്മളൊരു ബ്ലോക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ അവരെന്തോ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു അങ്ങനത്തെ അവരിലേക്ക് ഒരു നെഗറ്റിവിറ്റി കൊടുക്കാതിരിക്കുന്നതിന് പകരം ഇത് ശരി തന്നെയാണ്, പക്ഷെ ഇതൊന്ന് മാറിപ്പോയി, ഇതല്ല ഇവിടെ വരേണ്ടിയിരുന്നെന്ന് പറഞ്ഞിട്ട് വേണം അവരെ കറക്റ്റ് ചെയ്യാമെന്ന് പ്രത്യേകം പറഞ്ഞൊരു അഡ്വൈസ് ഉണ്ട്. അപ്പൊ ഞാനിത് ഈ മൊമെന്റിൽ അത് ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ അധ്യാപകരും ഉണ്ടായിരിക്കും. അപ്പൊ മാഷ പറഞ്ഞതിന്റെ ഒരു അതിന്റെ ഒരു എത്രത്തോളം ആ സെൻസിബിലിറ്റിയെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് എന്താണ് അതൊരു പ്രചോദനമാവുകയാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ശരി തന്നെയാണ്, പക്ഷെ ഇവിടെ എന്തോ പ്രശ്നം പറ്റി, അടുത്തത് ശരിയാക്കാം. അപ്പോൾ അങ്ങനെയാണ് അവരെ കറക്റ്റ് ചെയ്ത് വരേണ്ടത്. അപ്പൊ ഇതേപോലെ അവരുടെ അതൊരു എക്സാമ്പിൾ മാത്രമാണ്. പക്ഷെ എന്നത്തേക്കോ കാലത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എത്രയോ ആക്ഷേപിക്കപ്പെട്ട ഇന്ന് എന്തിനു കൊള്ളാം, അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലായിക്കോട്ടെ, അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ പേരിലായിക്കോട്ടെ, അതൊന്നും ഇപ്പൊ കുട്ടികളായിരിക്കുന്ന പ്രായത്തിൽ അവർക്ക് അത്രത്തോളം വിവേചന ബുദ്ധിയൊന്നും ഇല്ല, അത് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടുണ്ടാവില്ല. അപ്പൊ അവർ ചെയ്യുന്നതിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ എടുത്തിട്ട് ശാസിക്കേണ്ടെന്നല്ല, പക്ഷെ അവരുടെ ആ ചെറിയ മനസ്സിലേക്ക് ഒരു മുറിവുണ്ടാക്കുന്ന രീതിയിലോ അവർ എന്നേക്കും അവർക്ക് ആയി മാറാവുന്ന ട്രോമയാന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട് അഡ്വൈസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാണ് എപ്പോഴും ചെയ്യേണ്ടത്. അതാണ് എന്താ പറയാ, ഇതിന്റെ ഒരു അന്തസത്ത, ഒരു ഓവറോൾ ഒരു മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമുക്ക് വളരെ ഡെപ്തിൽ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അതിൻ്റെ നമ്മൾ ബ്രഷ് ചെയ്ത് പോയിട്ടുള്ളൂ. പക്ഷേ ഇത് അത്രയും ഇമ്പോർട്ടൻറ്റ് വിഷയം ആയതുകൊണ്ടാണ് നമ്മളിതിനെ മെൻഷൻ ചെയ്തത് തന്നെ. സോ ഇത് പറഞ്ഞാൽ ഇത് ഒരുപാട് ഡെപ്തിൽ അനലൈസ് ചെയ്യേണ്ട വിഷയമാണ്. ശരിക്കും സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവരൊക്കെയാണ് ഇതിന്റെ കുറച്ചും ഡീപ്പർ സെൻസിലേക്ക് പോയിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കാനും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കുറച്ച് ഡീപ്പറായിട്ടുണ്ടായിരിക്കും. നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി, നമുക്ക് ജനറലി നമുക്ക് കിട്ടുന്ന ഒരു അവയർനെസ് നമുക്ക് സാധാരണ ഒരാൾക്ക് ചിന്തിച്ചാൽ പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളിലൂടെ പറയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും, എങ്ങനെയാണെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടായിരിക്കും. സ്കൂൾ ഒരു ഏജിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടീനേജ് എത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രായത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്കൂളിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഇത് സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് ഇത് പലതവണയായിട്ട് എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഒരു പാരന്റിങ് എന്നുള്ള ലെവലിലേക്കും ഒരു അപ്കമിങ് ജനറേഷന് ഒരു അവയർനെസ് ആയിട്ട് ഇത്തരം കാര്യങ്ങളെ എടുക്കണം, മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതുപോലുള്ള ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ എന്ന് നമ്മൾ എടുക്കേണ്ട ഒരു പാഠം പറയുന്നത്. അതാണ് ഇത്തരം ഇൻസിഡൻസ് ഇറ്റ് ക്യാൻ ഐദർ ബ്രേക്ക് എ ക്യാരക്ടർ ഓർ മേക്ക് എ ക്യാരക്ടർ. സോ ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലർക്കും ഇത്തരം ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. സോ അത് അവരെ ക്യാരക്ടർ ബ്രേക്ക് ചെയ്യുന്ന പകരം അവർക്കതൊരു പ്രചോദനമായി മുമ്പോട്ട് അവർക്ക് വരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ്. താങ്ക് യു.